വ്യൂവേഴ്സ് എല്ലാവർക്കും ദിജോസ് വേൾഡിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. വെറും 32 ദിവസം എന്നോടൊപ്പം നിങ്ങൾ ഈ ഒരു ചലഞ്ച് അക്സെപ്റ്റ് ചെയ്യുകയാണെങ്കിൽ 32ാമത്തെ ദിവസം പ്രഗ്നൻസി പോസിറ്റീവ് ആകാൻ വേണ്ടിയിട്ട് അത് ഒരുപാട് സഹായിക്കും കേട്ടോ. അതിനെ പറ്റിയിട്ടുള്ളതാണ് ഇന്നത്തെ വീഡിയോ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. നമ്മുടെ ചാനലിൽ പറയുന്ന എല്ലാ ടിപ്സും തന്നെ ഫെർട്ടിലിറ്റി നാച്ചുറലി ഇൻക്രീസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന ടിപ്സാണ്. ഡോക്ടറുടെ മെഡിക്കേഷൻസിനോടൊപ്പം ഞാൻ ഈ പറയുന്ന ഫുഡ് ഐറ്റംസും ലൈഫ് സ്റ്റൈൽ ചേഞ്ചസും യോഗ പോസസും നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഫാസ്റ്റായിട്ട് പ്രഗ്നൻ്റ് ആകാനായിട്ട് അത് നിങ്ങളെ സഹായിക്കും കേട്ടോ. അത്രയ്ക്ക് വിറ്റമിൻ റിച്ച് ആയിട്ടുള്ള ഇംപ്ലാന്റേഷൻ നടക്കാനും ഫെർട്ടിലിറ്റി സഹായിക്കാനും ഫെർട്ടിലിറ്റി എൻഹാൻസ് ചെയ്യാനായിട്ട് സഹായിക്കുന്ന തരത്തിലുള്ള ഫുഡ് ഐറ്റംസ് ആണ് ഞാൻ ഇൻക്ലൂഡ് ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോ സ്റ്റാർട്ട് ചെയ്യാം. ഇവിടെ സംസാരിക്കുന്നത് ഗോജി ബെറീനെ പറ്റിയിട്ടാണ്. നമ്മൾ ബെറീസിന്റെ കാറ്റഗറിയിൽ പെടുന്ന ഒരുപാട് ഐറ്റംസിനെ പറ്റിയിട്ട് വീഡിയോസ് ചെയ്തിട്ടുണ്ട്. ഗോജി ബെറീനെ പറ്റിയിട്ട് അങ്ങനെ കൂടുതലായിട്ടൊന്നും വീഡിയോസ് ചെയ്തിട്ടില്ല. ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്ന ഒരാളാണ് നിങ്ങളെങ്കിൽ നിങ്ങൾക്കുള്ള ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഒരു ഓപ്ഷനാണ് ഈ ഗോജി ബെറി എന്ന് പറയുന്നത് കേട്ടോ. റെഡ് ആൻഡ് ഓറഞ്ച് മിക്സ് ആയിട്ടുള്ള നിറത്തിലുള്ള ഒരു ഫ്രൂട്ടാണിതെന്ന് പറയുന്നത്. ഡ്രൈ ആയിട്ടുള്ള ഡ്രൈ ഫ്രൂട്ട്സിന്റെ കാറ്റഗറിയിൽ പെടുന്നതായിരിക്കും നമുക്ക് ഏറ്റവും കൂടുതൽ അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ. ഫെർട്ടിലിറ്റി ഇംപ്രൂവ് ചെയ്യാനായിട്ട് ആഗ്രഹിക്കുന്നവർക്ക് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് ഫോളോ ചെയ്യാൻ പറ്റുന്ന ഏറ്റവും ഈസി ആയിട്ട് അവൈലബിൾ ആയിട്ടുള്ള ഒരു സൂപ്പർ ടിപ്പാണ് ഈ ഗോജി ബെറി എന്ന് പറയുന്നത്. നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കുന്ന എല്ലാം തന്നെ ഇതിൽ അടങ്ങിയിട്ടുണ്ട്. വിറ്റമിൻ എ, സി, കാൽഷ്യം, അയൺ, അമിനോ ആസിഡ്, ആൻറ്റി ഓക്സിഡൻസ് ഒക്കെ നമുക്ക് അറിയാമല്ലോ. നമുക്ക് ഫെർട്ടിലിറ്റി ഇൻക്രീസ് ചെയ്യണമെങ്കിൽ തന്നെ ആൻറ്റി ഓക്സിഡൻസ് വേണം. അതിനൊക്കെ സഹായിക്കുന്നതാണ് ഈ ഗോജി ബെറി എന്ന് പറയുന്നത്. നമുക്ക് സാധാരണയായിട്ട് നട്ട്സും ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ പ്രഗ്നൻസി പോസിറ്റീവ് ആകും എന്ന് പറയുന്നുണ്ടല്ലോ. ഒരുപാട് പേര് ആ ടിപ്സ് ഒക്കെ ഫോളോ ചെയ്തിട്ട് പ്രഗ്നന്റ് ആകുന്നുമുണ്ട്. അതുപോലെ ഈവനിങ് സമയത്ത് എല്ലാ ദിവസവും എടുക്കാൻ പറ്റുന്ന ഒരു ഫെർട്ടിലിറ്റി ബൂസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു ഫുഡ് ഐറ്റമാണ് ഈ ഗോജി ബെറി എന്ന് പറയുന്നത് കേട്ടോ. ഇതിലൂടെ പുരുഷന്മാർക്കും സ്ത്രീകൾക്കും ബെനിഫിറ്റ് കിട്ടുന്നുണ്ട്. അത് എന്തൊക്കെയാണെന്ന് നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കിയാലോ. ഏറ്റവും ആദ്യം നമുക്ക് സ്ത്രീകളിൽ നിന്ന് തന്നെ തുടങ്ങാം അല്ലേ. ഇതിൽ വുമൻസിന് കിട്ടുന്ന ബെനിഫിറ്റ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആൻറ്റി ഓക്സിഡൻസ് ഇതിൽ നന്നായിട്ട് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ എഗ്ഗിനെ ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനും അതുപോലെ തന്നെ ചില ആളുകൾക്കൊക്കെ എന്ന് പറയുന്നത് ഓക്സിഡേറ്റീവ് സ്ട്രെസ് ഉള്ളത് കൊണ്ട് ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയാനായിട്ടും ചാൻസ് ഉണ്ട്. സാധാരണയായിട്ട് നമ്മൾ പറഞ്ഞു വരുമ്പോഴേക്കും ഒരുപാട് ആളുകൾ ഇന്ന് പ്രഗ്നൻ്റ് ആകുന്നത് ഒരു വിവാഹം കഴിഞ്ഞിട്ട് തൊട്ടടുത്ത മാസം തന്നെ പ്രഗ്നൻ്റ് ആകുന്നവരൊന്നുമില്ല. അതുപോലെ തന്നെ പ്ലാനിങ് ചെയ്തിട്ട് പ്രഗ്നൻസി ഒരുപാട് നീട്ടിക്കൊണ്ട് പോകുന്നവരൊക്കെ ഉണ്ട്. അങ്ങനെയുള്ളവർക്ക് ഒരു 30s കഴിഞ്ഞു കഴിഞ്ഞാൽ എഗ്ഗിൻ്റെ ക്വാളിറ്റി ഒന്ന് കുറയാനായിട്ട് ചാൻസ് ഉണ്ട്. ആ ക്വാളിറ്റി ഇൻക്രീസ് ചെയ്യുന്നതിന് നമ്മൾ ആൻറ്റി ഓക്സിഡൻസ് ആൻറ്റി ഓക്സിഡൻസ് റിച്ച് ആയിട്ടുള്ള ഈ ഫുഡ് ഐറ്റം നിങ്ങളെ സഹായിക്കുന്നുണ്ട് കേട്ടോ. അതുപോലെ തന്നെ ഫസ്റ്റ് ഒരു പ്രഗ്നൻസി ആയിട്ട് സെക്കൻഡ് പ്രഗ്നൻസിക്ക് ഒരുപാട് 5 വർഷമൊക്കെ കഴിഞ്ഞ് പോസ്റ്റ്പോൺ ചെയ്യുന്നവരുണ്ട്. അങ്ങനെയുള്ള ആളുകൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ 30s കഴിയുന്നതിനനുസരിച്ചിട്ട് നമ്മുടെ എഗ്ഗിൻ്റെ ക്വാളിറ്റി കുറയാനായിട്ട് ചാൻസ് ഉണ്ട് കേട്ടോ. അങ്ങനെയുള്ള ആളുകൾക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ്. ഒരുപാട് നാളുകളായിട്ട് പ്രഗ്നൻസി നോക്കിയിട്ട് കിട്ടാത്തവർക്കും ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. ഇതിൽ വിറ്റമിൻ സിയുടെയും ബീറ്റാ കരോട്ടിനും അടങ്ങിയിട്ടുണ്ട്. ഇത് ഹോർമോൺസിന്റെ പ്രവർത്തനം എല്ലാം തന്നെ നന്നായി നടക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നു. ഹോർമോണൽ ഇംബാലൻസ് ഉള്ളത് കൊണ്ടാണ് നമുക്ക് കൃത്യസമയത്ത് ഓവുലേഷനും അതുപോലെ പീരിയഡ്സും ഒക്കെ വരാത്തത്. അതുകൊണ്ട് അങ്ങനെയുള്ള ആളുകൾക്ക് ആ സിറ്റുവേഷൻ ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നു. PCOD ഉള്ള ആളുകൾക്കൊക്കെ ഏറ്റവും കൂടുതൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണ് ഈ ഹോർമോണൽ ഇംബാലൻസസ് എന്ന് പറയുന്നത്. അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ സൈക്കിൾ റെഗുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഇത് സപ്പോർട്ട് തരുന്നുണ്ട്. നോർമലി നമ്മുടെ മെൻസ്ട്രൽ സൈക്കിൾ എപ്പോഴും നിങ്ങൾ ശ്രദ്ധിക്കുക, മാസത്തിൽ ഏതെങ്കിലും ഒരു ദിവസം അല്ലെങ്കിൽ 2 മാസം കൂടുമ്പോൾ ഏതെങ്കിലും ഒരു സമയത്ത് നമുക്ക് ബ്ലീഡിങ് ഉണ്ടായാൽ പോരാ. കൃത്യമായിട്ടുള്ളൊരു മെൻസ്ട്രൽ സൈക്കിൾ ആയിരിക്കണം നമുക്ക് ഉണ്ടാകേണ്ടത്. 21നും 35നും ഇടയ്ക്കുള്ളതല്ല നിങ്ങളുടെ മെൻസ്ട്രൽ സൈക്കിളെങ്കിൽ അത് അൺഹെൽത്തി ആയിട്ട് പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇറഗുലർ ആയിട്ടുള്ളൊരു മെൻസ്ട്രൽ സൈക്കിളായി മാറാനായിട്ടും ചാൻസ് ഉണ്ട് കേട്ടോ. നമുക്ക് കൃത്യമായിട്ട് ട്രാക്ക് ചെയ്യാൻ പറ്റാത്ത രീതിക്കാണ് മെൻസ്ട്രേഷൻ ഉള്ളവരെങ്കിൽ അങ്ങനെയുള്ള ആളുകൾക്ക് ഇത് ഉപയോഗിക്കാവുന്നതാണ് കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഓവുലേഷൻ കൃത്യമായിട്ട് നടക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള എല്ലാ കണ്ടൻസും ഇതിനകത്ത് അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ ഏറ്റവും ക്വാളിറ്റിയുള്ള എഗ്ഗ് തന്നെ പ്രൊഡ്യൂസ് ആയി റപ്ചർ ആകുന്നതിന് വേണ്ടിയിട്ട് അത് സഹായിക്കുന്നു. സാധാരണ ഓവുലേഷൻ നടക്കാൻ വേണ്ടിയിട്ട് മെഡിക്കേഷൻസ് ഒക്കെ എടുക്കുന്ന ആളുകൾ ചെയ്ത് വെക്കുന്ന ഒരു മിസ്റ്റേക്കാണ്. മെഡിക്കേഷൻസിനെ മാത്രം 100% ട്രസ്റ്റ് ചെയ്ത് നിൽക്കും. നിങ്ങൾ അങ്ങനെ ഒരിക്കലും ചെയ്യരുത്. നമ്മൾ കഴിക്കുമ്പോഴേക്കും മെഡിസിൻ കഴിക്കുമ്പോൾ നമ്മുടെ എഗ്ഗ് വളരും, പക്ഷെ അത് പൊട്ടിക്കൊള്ളണമെന്നില്ല. പൊട്ടിയാൽ തന്നെ അത് ക്വാളിറ്റിയുള്ള എഗ്ഗ് പൊട്ടി പുറത്തേക്ക് വരണമെന്നില്ല. അതിൻ്റെ കൂടെ നമ്മൾ ഇത്തരത്തിലുള്ള കാര്യങ്ങളും കൂടി ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമ്മൾ ആ റൂട്ടിൽ നിന്ന് തന്നെ ചികിത്സിച്ചുകൊണ്ടാണ് വരുന്നത്. അതായത് വെറുതെ എഗ്ഗ് വളരെ മാത്രമല്ല, ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ തന്നെ എഗ്ഗ് വളർന്ന് പൊട്ടാൻ വേണ്ടിയിട്ട് അത് സഹായിക്കും കേട്ടോ. അപ്പോൾ ഓവുലേഷനൊക്കെ കൃത്യമായിട്ട് നടക്കാത്തവർ PCOD ഉള്ള ആളുകളൊക്കെ ഇത് കൃത്യമായിട്ട് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അടുത്തൊരു ഗുണം കിട്ടുന്നത്
അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് ഇതിൽ അയേൺ കണ്ടന്റ് അടങ്ങിയിട്ടുണ്ട്. ഇത് നമ്മുടെ അനീമിക് ആവുന്നത് പ്രിവെന്റ് ചെയ്യുന്നതിനും രക്തയോട്ടം നന്നായിട്ട് നടക്കുന്നതിനും ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം റീപ്രൊഡക്റ്റീവ് ഹെൽത്ത് നന്നായിട്ട് കൊണ്ടുപോകുന്നതിന് വേണ്ടിയിട്ടും ഇത് ഉപയോഗിക്കുന്നത് സഹായിക്കുന്നുണ്ട് കേട്ടോ. പലപ്പോഴും നമുക്ക് പ്രഗ്നൻസി നീണ്ടു പോകുന്നത് എംബ്രിയോയിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടും നമ്മുടെ എഗ്ഗ് ഗ്രോ ആവുന്ന സമയത്ത് എഗ്ഗിലോട്ടുള്ള രക്തയോട്ടം കുറയുന്നത് കൊണ്ടുമാണ്. അങ്ങനെയുള്ള ആളുകൾക്ക് അങ്ങനെയൊക്കെയുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടെങ്കിൽ ഗോജി ബെറി എടുക്കാവുന്നതാണ്. പ്രഗ്നൻസി ആകാനായിട്ട് അത് സഹായിക്കും കേട്ടോ. അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ സെർവിക്കൽ മ്യൂക്കസ് നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. സെർവിക്കൽ മ്യൂക്കസ് ഏറ്റവും ക്വാളിറ്റിയോടുകൂടി എഗ് വൈറ്റ് ആയിട്ടുള്ള ടെക്സ്ചറിൽ ഉണ്ടായി കഴിഞ്ഞാൽ മാത്രമേ സെമന അകത്തേക്ക് കൃത്യമായിട്ട് സ്വിം ചെയ്ത് പോകാനായിട്ട് സാധിക്കുകയുള്ളൂ. തിക്കായിട്ടുള്ള ഹോസ്റ്റൈൽ ആയിട്ടുള്ള സെർവിക്കൽ മ്യൂക്കസ് ആണ് നമുക്ക് ഉണ്ടാകുന്നതെങ്കിൽ പ്രഗ്നൻസി ആകാനായിട്ട് അത് ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കും കേട്ടോ. അപ്പോൾ അങ്ങനെയൊക്കെ നിങ്ങൾക്ക് ഡിസ്ചാർജ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ഡ്രൈ ആണ്, ഡിസ്ചാർജ് തിക്കാണ് എന്നൊക്കെ തോന്നുന്നവർക്കൊക്കെ ഗോജി ബെറി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. അതുപോലെ തന്നെ അടുത്തൊരു ബെനിഫിറ്റ് കിട്ടുന്നത് നമ്മുടെ ബ്ലഡ് സർക്കുലേഷൻ നന്നായിട്ട് നടക്കുന്നത് കൊണ്ട് എൻഡോമെട്രിയം വോളൊക്കെ തിക്കണായിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് പ്രഗ്നൻസി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിനെ ആക്സസ് ചെയ്തിട്ട് നന്നായിട്ട് ആ ശരീരത്തിൽ മെയിൻറ്റെയിൻ ചെയ്ത് മുൻപോട്ടേക്ക് കൊണ്ടുപോയി 9 months വരെ നന്നായിട്ട് കംപ്ലീറ്റ് ആകാൻ വേണ്ടിയിട്ടുള്ള എല്ലാ ബെനിഫിറ്റ്സും ഇത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇത് കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടുള്ള ഒരാൾക്ക് മനസ്സിലായിട്ടുണ്ടാകും. നമ്മുടെ പീരിയഡ്സ് റെഗുലർ ആക്കാൻ, ഓവുലേഷൻ നന്നാക്കാൻ, എൻഡോമെട്രിയൽ ലൈനിങ് നന്നാക്കാൻ, സെർവിക്കൽ മ്യൂക്കസ് നന്നാക്കാൻ, അങ്ങനെ ഫെർട്ടിലിറ്റിയെ സംബന്ധിച്ചിടത്തോളം എല്ലാ ടോപ്പിക്സും ഇത് സ്ത്രീകൾക്ക് കവറായി പോകുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാ ടിപ്സൊന്നും ഫോളോ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിലും ഇത്തരത്തിലുള്ള ഇത്തിരി കുഞ്ഞന്മാരായിട്ടുള്ള ഈ നട്ട്സും ബെറീസും ഒക്കെ നിങ്ങൾ എടുക്കുന്നത് നല്ലതാണ് കേട്ടോ. ഇനി പുരുഷന് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിലടങ്ങിയിട്ടുള്ള ആന്റി ഓക്സിഡൻസ് പുരുഷന്റെ സ്പേമിന്റെ ക്വാളിറ്റിയും എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ഓക്സിഡേറ്റീവ് സ്ട്രെസ്സിൽ നിന്ന് സ്പേമിനെ പ്രൊട്ടക്ട് ചെയ്യുന്നു. ഒപ്പം അതുപോലെ തന്നെ നമ്മുടെ ലോ കൗണ്ട്, അതുപോലെ അതർ സ്പേം റിലേറ്റഡ് ഇഷ്യൂസ് ഒക്കെ ഉള്ള ആളുകൾക്ക് സ്പേം ക്വാളിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഒപ്പം ഇറക്ടൈൽ ഡിസ്ഫങ്ഷൻ ഉണ്ടാകുന്നവർക്ക് അത് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ടും ഇത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് കേട്ടോ. ഇത്രയുമൊക്കെയാണ് പുരുഷന്മാർക്ക് കിട്ടുന്ന ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത്. ഇനി രണ്ട് കൂട്ടർക്കും ഒരേപോലെ ഉണ്ടാകുന്ന ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ഏറ്റവും ആദ്യത്തെ ഒരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് ഇമ്മ്യൂണിറ്റി വർദ്ധിപ്പിക്കാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. നമുക്ക് ഇമ്മ്യൂണിറ്റി കുറയുന്ന സമയത്ത് പെട്ടെന്ന് അസുഖങ്ങൾ നമുക്കുണ്ടാകും. അങ്ങനെ ഉണ്ടായി കഴിഞ്ഞാൽ പ്രഗ്നൻസി നീണ്ടു പോകാനായിട്ട് ചാൻസ് ഉണ്ട്. ഇമ്മ്യൂണിറ്റി കുറഞ്ഞവർക്ക് ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടാണത്. പെട്ടെന്ന് നമുക്ക് വയ്യായികകൾ വന്നു കഴിഞ്ഞ അനുസരിച്ചിട്ട് നമ്മുടെ ബോഡി വീക്കാവുന്നതിന്റെ സൂചനയാണത്. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പ്രഗ്നൻസി നമുക്ക് ലേറ്റ് ആകും. ഒപ്പം അടുത്തൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വൈറ്റ് ബ്ലഡ് സെൽസിന്റെ ഒക്കെ പ്രൊഡക്ഷൻ നന്നായിട്ട് ഉണ്ടാകുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട്. ഇത് ഇമ്മ്യൂണിറ്റി പവർ ഒപ്പം ചേർന്ന് ഇൻക്രീസ് ചെയ്യാൻ വേണ്ടിയിട്ട് സഹായിക്കും കേട്ടോ. അടുത്തൊരു ഗുണമെന്ന് പറയുന്നത് നമ്മുടെ സ്കിന്ന് നല്ല ഹെൽത്തി ആക്കി വെക്കുന്നതിന് വേണ്ടിയിട്ട് സഹായിക്കുന്നുണ്ട്. ചില ആളുകളെ കണ്ടു കഴിഞ്ഞാൽ നമ്മൾ പറയില്ലേ, ചർമ്മം കണ്ട പ്രായം തോന്നില്ല എന്ന് പറയില്ലേ, അത് അതിനനുസരിച്ചിട്ട് അവർ ഹെൽത്തി ആയിട്ടുള്ള രീതിക്ക് ബോഡി മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ്. എല്ലാവരും ഒന്നും മേക്കപ്പ് ചെയ്തിട്ടൊന്നും അല്ല നല്ല ഹെൽത്തി ആയിട്ട് നല്ല സുന്ദരിയായിട്ടൊക്കെ നിൽക്കുന്നത്. ചില ആളുകൾ കഴിക്കുന്ന ഭക്ഷണങ്ങളിലൊക്കെ കൃത്യമായിട്ട് ശ്രദ്ധിച്ചിട്ടാണ് നല്ല ക്വാളിറ്റിയോട് കൂടിയിട്ട് അവരുടെ സ്കിന്നും അതുപോലെ ബോഡിയൊക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് കൊണ്ടാണ് അവർക്ക് ആ ഒരു പ്രായം കുറവ് തോന്നുന്നത്. അങ്ങനെ കൂടുതൽ പ്രായമൊക്കെ തോന്നുന്നവർക്ക്, കറുത്ത പാടുകളൊക്കെ കൂടുതൽ മുഖത്തുള്ളവർക്ക് അതൊക്കെ ഒന്ന് ക്യൂർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട് ഗോജി ബെറി സഹായിക്കുന്നുണ്ട്. ഒപ്പം നമ്മുടെ ഐസ് നല്ല ഹെൽത്തി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുന്നതിന്, നമ്മുടെ ബ്രെയിൻ ഫംഗ്ഷൻ ഒക്കെ നന്നായിട്ട് നടക്കുന്നതിന് വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ബ്രെയിൻ ഫംഗ്ഷൻ നന്നായിട്ട് നടക്കുമ്പോഴേക്കും കിട്ടുന്നൊരു ബെനിഫിറ്റ് എന്ന് പറയുന്നത് നമ്മുടെ സ്ട്രെസ്സും ആൻസൈറ്റിയും ഒക്കെ കുറയ്ക്കുന്നതിന് വേണ്ടിയിട്ടും ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഓവുലേഷൻ നടക്കുന്ന സമയത്താണെങ്കിലും അതിന് ശേഷമുള്ള സമയത്താണെങ്കിലും സ്ട്രെസ് നിങ്ങൾക്ക് കൂടുന്നുണ്ടെങ്കിൽ അത് ഫെർട്ടിലിറ്റിയെ സാരമായിട്ട് തന്നെ ബാധിക്കും. അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ക്യൂർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് സഹായിക്കുന്നുണ്ട് കേട്ടോ. ഇനി ഇത് എങ്ങനെയാണ് കഴിക്കേണ്ടതെന്ന് നോക്കാം. ഗോജി ബെറീസ് നമ്മുടെ ആ ഒരു ഉണക്കമുന്തിരി പോലെ തന്നെയുള്ള ആ ഒരു വലിപ്പത്തിലൊക്കെ ഉള്ളതായിരിക്കും ഇത്. അത് നിങ്ങൾ കുറച്ചെടുത്തിട്ട് വെള്ളത്തിൽ കുതിർത്തി ആ വെള്ളവും ഇതും കൂടി ചേർത്തിട്ട് കുടിക്കാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ തന്നെ നട്ട്സ് ഒക്കെ ചേർത്തിട്ട് ഒപ്പം ഒരുമിച്ച് എടുത്ത് വെച്ചിട്ട് കഴിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ സ്മൂത്തീസ് ഒക്കെ പ്രിപ്പയർ ചെയ്യുമ്പോഴേക്ക് അതിലേക്ക് ആഡ് ചെയ്തിട്ട് നിങ്ങൾക്ക് കഴിക്കാം കേട്ടോ. ഗോജി ബെറിയുടെ റെസിപ്പീസ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ നെറ്റിൽ സെർച്ച് ചെയ്ത് നമ്മുടെ യൂട്യൂബിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അത് ഉപയോഗിച്ചിട്ട് ആളുകൾ ഫുഡ് ഉണ്ടാക്കുന്നതിൻ്റെ വീഡിയോസ് നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഗോജി ബെറീസ് നമുക്ക് ഓൺലൈനിൽ മേടിക്കാൻ കിട്ടും. അതുപോലെ ഡേറ്റ്സും അതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒക്കെ വിൽക്കുന്ന ഷോപ്പിലും നിങ്ങൾക്ക് ഇത് അവൈലബിൾ ആയിരിക്കും. നമ്മുടെ ഫ്ലിപ്കാർട്ടിൻ്റെ ലിങ്ക് ഞാൻ പറ്റുമെങ്കിൽ ടാഗ് ചെയ്ത് കൊടുക്കാം. ബാക്കിയുള്ളത് നിങ്ങൾ ഡ്രൈ ഫ്രൂട്ട്സിൻ്റെ ഷോപ്പിൽ പോയി അന്വേഷിച്ചിട്ട് ഉപയോഗിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക കേട്ടോ. കേട്ടപ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് ഒരുപാട് ഗുണങ്ങളുള്ളതാണ്. മസ്റ്റായിട്ട് നിങ്ങൾ യൂസ് ചെയ്യുക കേട്ടോ. ഇത്രയേ ഉള്ളൂ വീഡിയോ. യൂസ്ഫുൾ ആയി കാണുമെന്ന് വിശ്വസിക്കുന്നു. യൂസ്ഫുൾ ആവുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻസിൽ ചോദിക്കുക. പണ്ടത്തെ വീഡിയോയ്ക്ക് കമൻസ് ഇടുന്നവർക്ക് റിപ്ലൈ ലഭിക്കുന്നില്ലെങ്കിൽ ലേറ്റസ്റ്റ് ആയിട്ട് ഞാൻ ഏത് വീഡിയോ ആണ് അപ്ലോഡ് ചെയ്യുന്നത് അതിന് താഴെ കമൻറ്റ് ഒന്ന് കോപ്പി പേസ്റ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക കേട്ടോ. അതുപോലെ ഓവുലേഷൻ ഡേറ്റ് കാൽക്കുലേറ്റ് ചെയ്ത് തരാനായിട്ട് റിക്വസ്റ്റ് ചെയ്യുന്ന ആളുകൾ എത്രയാണോ സൈക്കിൾ ലെങ്ത് അത് മെൻഷൻ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക.
സൈക്കിൾ ലെങ്ത് എന്നതുകൊണ്ട് ഉദ്ദേശിച്ചത് ഓരോ മാസവും എത്ര ദിവസം കൂടുമ്പോഴാണോ ബ്ലീഡിങ് വരുന്നത് അതാണ് സൈക്കിൾ ലെങ്ത്. കഴിഞ്ഞ മാസം ഒരു 8-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ ഈ മാസം 6-ാം തീയതിയാണ് ബ്ലീഡിങ് ആയതെങ്കിൽ കഴിഞ്ഞ മാസം 8-ാം തീയതി മുതൽ ഈ മാസം 6-ാം തീയതി വരെ എത്ര ദിവസമുണ്ടോ അത് കാലണ്ടറിൽ എണ്ണി തിട്ടപ്പെടുന്നതാണ് നിങ്ങളുടെ സൈക്കിൾ ലെങ്ത്. സൈക്കിൾ ലെങ്ത് നമ്മൾ കൃത്യമായിട്ട് കാൽക്കുലേറ്റ് ചെയ്യുകയാണെങ്കിൽ ഓവുലേഷൻ ഡേറ്റ് എളുപ്പത്തിൽ കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് ആപ്ലിക്കേഷൻസും ഒരുപാട് ഓൺലൈൻ ആയിട്ടുള്ള വെബ്സൈറ്റുകളും ഇന്ന് നമുക്ക് അവൈലബിൾ ആണ്. പ്ലേ സ്റ്റോറിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ ട്രാക്കർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആപ്ലിക്കേഷൻസ് കിട്ടും. അത് പറ്റുന്നില്ല എങ്കിൽ ഗൂഗിളിൽ പോയിട്ട് ഓൺലൈൻ ഓവുലേഷൻ കാൽക്കുലേറ്റർ എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വെബ്സൈറ്റുകൾ നിങ്ങൾക്ക് കിട്ടും. അതിൽ നിങ്ങളുടെ ലാസ്റ്റ് മന്തിലെ മെൻസ്ട്രേഷൻ്റെ ഡേറ്റും ഒപ്പം ഞാൻ ഈ പറഞ്ഞ രീതിക്ക് നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുന്ന സൈക്കിൾ ലെങ്ത്തും എൻ്റർ ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് കൃത്യമായിട്ട് ഓവുലേഷൻ ഡേറ്റ് കണ്ടുപിടിക്കാനായിട്ട് സാധിക്കും. ഫെർട്ടൈൽ ടൈം പീരീഡും നിങ്ങൾക്ക് കിട്ടും. അതായത് എത്ര ദിവസം മുതൽ കോൺടാക്ട് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നിങ്ങൾ പ്രഗ്നൻ്റ് ആകും എന്നുള്ളൊരു ഡേറ്റും നിങ്ങൾക്ക് പ്രോപ്പറായിട്ട് കിട്ടും കേട്ടോ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് സൈക്കിൾ ലെങ്ത് കാൽക്കുലേറ്റ് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ ആ ഒരു കലണ്ടറിൽ നോക്കി തന്നെ നിങ്ങൾ കാൽക്കുലേറ്റ് ചെയ്യുക. പല മാസങ്ങളിലും 30-31 ദിവസമുണ്ട്, അതുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ഒപ്പം നിങ്ങൾക്ക് ബ്ലീഡിങ് തുടങ്ങിയ ദിവസത്തിന് വേണം നിങ്ങൾ ഡേ 1 ആയിട്ട് എടുക്കാൻ വേണ്ടിയിട്ട്. സ്പോട്ടിങ് തുടങ്ങിയ ദിവസത്തിനെ, അതായത് ചെറുതായിട്ട് ഡിസ്ചാർജ് പോയി തുടങ്ങിയ ദിവസത്തിനെ നിങ്ങൾ കൺസിഡർ ചെയ്യേണ്ട ആവശ്യം ഇല്ല കേട്ടോ. അപ്പോൾ ഇത്രയേ ഉള്ളൂ വീഡിയോ. അടുത്തൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.